ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽപ്പെട്ട നടുവിൽ പഞ്ചായത്തിൻ്റെ വടക്കുകിഴക്കായി മലനിരകൾ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് അൽഫോൺസാഗിരി എന്ന തേർമല. ഗിരിമുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകളും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന റബ്ബർ മരങ്ങളും തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ തോപ്പുകളും മലമുകളിലൂടെ വളഞ്ഞു പുളഞ്ഞു നീണ്ടുപോകുന്ന റോഡുകളും ഇവിടുത്തെ മനോഹര ദൃശ്യങ്ങളാണ്. തേർമലയുടെ മധ്യഭാഗത്തായി വിശുദ്ധ അൽഫോൺസാമയുടെ പരിശുദ്ധിയും അനുഗ്രഹങ്ങളും കുളിർത്തന്നലായി നിറഞ്ഞൊഴുകുന്ന അൽഫോൺസാഗിരി ഇടവക സ്ഥിതി ചെയ്യുന്നു. തൊണ്ണൂറ്റിയേഴ് കുടുംബങ്ങളിലായി 490 ഇടവക ജനങ്ങൾ അമ്മയുടെ കൃപയിൽ ഒരുമയിലും സാഹോദര്യത്തിലും വസിക്കുന്ന ഒരു സ്നേഹഗ്രാമം. മെയ് മാസം 14 തേർമല അൽഫോൺസാഗിരി ഇടവക രൂപീകൃതമാകുന്നത്. വെള്ളാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ ഭാഗമായിരുന്നു ഈ തേർമല വാർഡ്. തേർമല ഇടവക രൂപീകൃതമായതിനു ശേഷം വെള്ളാട് ഇടവക വികാരിമാരായിരുന്നു ഇവിടുത്തെ ആത്മീയ ഭൗതിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു പോന്നിരുന്നത്. 2005 ഫെബ്രുവരി മാസത്തിൽ തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോർജ് വലിയമറ്റം പിതാവ് അൽഫോൺസാഗിരി ഇടവകയെ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തുകയും ബഹുമാനപ്പെട്ട പയസ് പടിഞ്ഞാറേമുറിയിൽ അച്ഛനെ അതിൻ്റെ പ്രഥമ വികാരിയായി നിയമിക്കുകയും ചെയ്തു. വിശുദ്ധ അൽഫോൺസാമയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയമുള്ളത്. നിരവധി ആളുകൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും വിശുദ്ധ അൽഫോൺസാമയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെയുള്ള തിരുനാളിൻ്റെ അവസരങ്ങളിലേക്ക് ഇവിടേക്ക് കടന്നു വരികയും വിശുദ്ധ അൽഫോൺസാമയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ഏറെ ദൈവാനുഗ്രഹങ്ങളുള്ളവരായി ഇവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്യുന്നു. 2012 ഒക്ടോബർ മാസം 13 ഈ ഇടവകയുടെ വികാരിയായി ഞാൻ നിയമിതനാവുന്നത്. ഈ ഇടവകയിലേക്ക് കടന്നു വന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇടവകയുടെ വികാരിയായി നിയമിതനാവുന്നത്. ഈ ഇടവക എന്നത് വളരെ ഹൃദ്യമായ ഒരു സ്ഥലമാണ്. 97 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഇടവകയാണ് ഇത്. 97 കുടുംബങ്ങൾ മാത്രമുള്ളതുകൊണ്ട് തന്നെ ഏറെ സന്തോഷപ്രദമായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവാനായിട്ട് സാധിക്കുന്നു. ഇടവക ജനങ്ങളെ എല്ലാവരെയും വ്യക്തിപരമായി അറിയാനും അവരുമായി സംവദിക്കാനും സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ച ഇടവകയായതുകൊണ്ട് ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടവകാംഗങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ഇടവകയുടെ ഒട്ടുമുക്കാൽ ആളുകളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. തങ്ങളുടേതായ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് പ്രധാനമായും റബ്ബർ കൃഷിയാണ് ഇവിടെയുള്ളത്. അതിനെ ആശ്രയിച്ചും അതുപോലെ കൂലിപ്പണിയെടുത്തുമൊക്കെ ജീവിക്കുന്ന വ്യക്തികളാണ് ഈ ഇടവകയിൽ ഉള്ളത്. തങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഓഹരി ഈ ഇടവകയുമായിട്ട് ഈ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്യാനായിട്ട് എല്ലാ ഇടവക അംഗങ്ങളും തയ്യാറാകുന്നു. അതിനാൽ തന്നെ ഈ ഇടവകയുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടവകയിൽ പ്രധാനമായും 6 ഭക്തസംഘടനകളാണ് ഉള്ളത്. തിരുബാല സഖ്യം, മിഷൻ ലീഗ്, KCYM, മാതൃവേദി, വിൻസെൻ്റ് ഡി പോൾ, അതുപോലെ AKCCയും ഇവിടെ സ്ഥാപിതമാണ്. ഈ സംഘടനകളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും നിരവധി ആളുകളെ പല വിധത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു. രോഗികളെ സന്ദർശിക്കുകയും
അതുപോലെ അവർക്ക് ആവശ്യമായ സഹകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. സാമ്പത്തികമായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഭക്തസംഘടനകളെ വളരെ സജീവമായിട്ട് ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇടവകയിലെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ ഒരു ഭവനം ഇവിടെ സ്ഥാപിതമാണ്. അവിടെ 5 സിസ്റ്റേഴ്സ് ഇടവകയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇടവകയുടെ നാനാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ നേതൃത്വം നൽകുന്നു. വേദപാഠം പഠിപ്പിക്കാനും അതുപോലെ വാർഡ് പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാനായിട്ടുമൊക്കെ അവർ സജീവമായിട്ട് രംഗത്തുണ്ട്. ദൈവവിളിയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഇടവകയിൽ നിന്ന് 2 വൈദികരും 16 സിസ്റ്റേഴ്സും ഉണ്ട്. വലിയ തീഷ്ണതയോടുകൂടി മിഷൻ രംഗത്ത് ഇവർ ഇന്ന് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷപ്രദമായിട്ടുള്ള ഒരവസരമാണ് ഈ വർഷം. ഞങ്ങളുടെ ഇടവക അതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന അവസരമാണ് ഈ വർഷം. രജത ജൂബിലിയുടെ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ സമാപന ചടങ്ങുകളൊക്കെ ഏപ്രിൽ മാസം 17, 18, 19 തീയതികളായി നടക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാ വൈദികരെയും ഞങ്ങൾ ഏറെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായത് ആ വൈദികരൊക്കെയാണ്. അവരെ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഞങ്ങൾ സൂക്ഷിക്കുകയും ഈ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജൂബിലി ആഘോഷങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ. ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ. അവിരാമം മുഴങ്ങുന്നു, അവിരാമം മുഴങ്ങുന്നു. ഷഡ്ജമാധാര സ്വരവരമായൻ ഉൾത്തടമാകെ. ആഴമാം ശാന്തമാം സ്വർഗീയനാദമേ പ്രണാമം, പ്രണാമം. ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ. നീ സ സ നി സ ഗ സ സ സ നി സ ഗ മ പ മ ഗ ഗ മ പ നി 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 മ പ നി സ സ സ നി സ ഗ സ നി സ സ സ നി പ നി 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 പ മ പ പ പ മ ഗ മ മ മ ഗ മ ഗ. ആദിമവചനത്തിൻ ശംഖൊലിനാദത്തിൽ ആദ്യമുണർന്നു ഈയുലകം. സത്യസനാതന നാദതരംഗത്തിൽ
ആകാശഗോളങ്ങൾ രൂപിതമായി ആദിപരമ്പൊരുളേ ജീവൻ ഉറവിടമേ ആദിപരമ്പൊരുളേ ജീവൻ ഉറവിടമേ വേദങ്ങൾ പാടും ആത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീ വേദങ്ങൾ പാടും ആത്മരൂപം നീയേ സർവധർമ്മ നിത്യ സത്യം നീയേ മമ ഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായി തവ പുകളുകൾ പാടുന്നു നിത്യ ചൈതന്യമേ നിത്യ ചൈതന്യമേ ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ മതദർശനങ്ങളി മണ്ണിലുണർന്നു മോക്ഷമാം നിൻ മാർഗം ധ്യാനിക്കുവാൻ വേദസദ്ഗ്രന്ഥങ്ങളാകെ നിറഞ്ഞു നിന്റെ നിഗൂഢമാം ജ്ഞാനമതും ഒടുവിൽ മാനവനാ മണ്ണിൽ നീ വന്നു ഒടുവിൽ മാനവനായി മണ്ണിൽ നീ വന്നു ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം നീ ജന്മങ്ങൾ തേടും സ്നേഹഗീതം നീയേ രക്ഷയേകും രക്തപുഷ്പം നീയേ മമ ഹൃദയത്തിൻ തമ്പുരുവിൻ നീ ആദിമനാദത്തിൻ പാവന ശ്രുതിയിലലിഞ്ഞു സ്വയം സ്വരസാഗരമായി തവ പുകളുകൾ പാടുന്നു നിത്യ ചൈതന്യമേ നിത്യ ചൈതന്യമേ സാ 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 നിസഗസ നിസപ മപനി സഗാ ഗാ ഗാ സഗമ പമഗ സാ നി പമഗ നിനി സഗഗ സസ നിനി സഗഗ സസ നിനി സഗഗ സ നിനി സഗഗ സ സഗമ ഗഗമ പമ മപനി പപനി സ നിനി സഗസ നിനി സഗഗ സസ നിനി സഗഗ സസ നിനി സഗഗ സ നിനി സഗഗ സ സഗമ ഗഗമ പമ മഗ സ നി സഗ സ നി പനി സ നി പമ പ മഗ സ നി സഗ സ നി പനി സ നി പമ പ സ സഗഗ മമ പപ ഗഗമ പപ നിനി സ സഗഗ മമ പപ ഗഗ മമ പപ നിനി മമ പപ നിനി സ സഗമ പഗമ പനി മപ നി സ പനി സഗ സഗമ ഗമ പമ പനി പനി സ നി സഗ സഗമ പ ആദിനാദം അനശ്വരഗീതം തമ്പുരുവിൻ ശ്രുതി പോലെ ആയിരത്തി 1990 വെള്ളാട് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ ഭാഗമായ തേർമലയിൽ ഒരു സ്വതന്ത്ര കുരിശുപള്ളി സ്ഥാപിക്കപ്പെട്ടു. വിശുദ്ധ അൽഫോൻസാമോയുടെ നാമോദയത്തിൽ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണിത്. ഇതിന് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുളിന്താനമച്ചനാണ്.
ഒരു ഇടവകയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായത് മതബോധനമാണെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട തോമസ് തെരുവെങ്ങുന്ന അച്ഛൻ ഇവിടെ സൺഡേ സ്കൂൾ ആരംഭിച്ചു. ആദ്യമേ ഇവിടെ 3 ക്ലാസ്സുകൾ മാത്രമേ തുടങ്ങിയുള്ളൂ. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 4ാം ക്ലാസ് കൂടി തുടങ്ങി ആദ്യ കുർബാന സ്വീകരണം ഇവിടെ വെച്ച് തന്നെ നടത്തുവാൻ തീരുമാനിച്ചു. അതിനുശേഷം വെള്ളാട് വികാരിയായി വന്ന ജോൺ മുല്ലക്കര അച്ഛൻ ഇവിടെ ഒരു പള്ളിക്ക് അടിസ്ഥാനമിടുകയും പിന്നീട് വന്ന മുരിയമ്മേലച്ഛൻ പള്ളിയുടെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം പ്രഥമ വികാരിയായിട്ട് പയസ് പടിഞ്ഞാറ് മുറിയിൽ അച്ഛനെ ഞങ്ങൾക്ക് ലഭിച്ചു. അച്ഛൻ 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ മതപഠനം നടത്തുവാനായിട്ട് ഇവിടെ ഏർപ്പാട് ചെയ്തു. അതിനുശേഷം വന്ന വികാരിയച്ഛന്മാർ മതബോധന രംഗത്തെ ഞങ്ങൾക്ക് ഏറെ പ്രോത്സാഹനമായിരുന്നു. ഇഗ്നേഷ്യസ് മുളങ്ങാട്ടിലച്ഛനും ജോസഫ് കൊരട്ടിപ്പറമ്പിലച്ഛനും ഫബിയാനോസ് ഉറുമ്പിലച്ഛനും ഞങ്ങൾക്ക് മതബോധന രംഗത്തെ കൂടുതൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ നൽകി. ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മനു അച്ഛനാണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ നന്നായിട്ട് മുന്നേറുന്നു. ബഹുമാനപ്പെട്ട മനു അച്ഛനെ സൺഡേ സ്കൂളിന് വേണ്ടി ഒരു നല്ല കെട്ടിടം നിർമ്മിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഈ പ്രവർത്തനത്തിൽ മുൻ വികാരിയച്ഛന്മാരുടെയും അതുപോലെ ദൈവജനത്തിൻ്റെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 12 ക്ലാസ്സുകളിലായിട്ട് 85 കുട്ടികൾ മതബോധനം നടത്തുന്നുണ്ട്. 13 അധ്യാപകർ ഇവിടെ മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇടവകയിലെ എല്ലാ കുട്ടികളുടെയും ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനോടുകൂടി ചേർന്ന് സ്റ്റാഫ് അംഗങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നു. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിക്കും.
വെള്ളാട് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് മുരിയംവേലി അച്ഛൻ്റെയും അൽഫോൻസാഗിരി ഇടവകയിലെ ദൈവജനത്തിൻ്റെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഫലമായി ഫ്രാൻസിസ്കൻ ക്ലാര സഭയുടെ ഒരു ഭവനം 2004 മെയ് 20 ഇവിടെ ആരംഭിച്ചു. മറ്റതിൽ അപ്പച്ചൻ ചേട്ടൻ്റെ വീടും 4.5 ഏക്കർ സ്ഥലവുമാണ് വാങ്ങിച്ചത്. അൽഫോൻസാഗിരി ഞങ്ങൾ താമസത്തിനായി വരുമ്പോൾ സ്ഥിരമായി ഒരു അച്ഛൻ ഇല്ലാതിരുന്നതിൻ്റെ അഭാവത്തിൽ ഞങ്ങൾ കിലോമീറ്ററുകൾ നടന്ന് വെള്ളാട് പള്ളിയിൽ പോയാണ് ആത്മീയ കാര്യങ്ങൾ നടത്തിപ്പോന്നിരുന്നത്. ഇവിടെ വന്ന് താമസമാക്കി 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇടവകയ്ക്ക് സ്വന്തമായി ഒരു വികാരി അച്ഛനെ ലഭിക്കുന്നത്. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു പോരുന്നു. ഇവിടെ ഞങ്ങൾ 5 സിസ്റ്റേഴ്സാണുള്ളത്. 3 പേര് വിശ്വാസ പരിശീലന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇടവകയിൽ ഭവന സന്ദർശനം നടത്തിയും രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും കരുതലോടെ കാണുകയും അവരെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ 12:30 വരെ ദിവ്യകാരുണ്യ ആരാധന നടത്തി ഇടവക സമൂഹത്തിനും ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും യുവജനങ്ങളുടെയും സമഗ്രമായ വ്യക്തിത്വ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടവകയിൽ മാതൃവേദി, പിതൃവേദി, തിരുവാല സഖ്യം, KCY, ചെറുപുഷ്പം മിഷിലി തുടങ്ങിയ ഭക്ത സംഘടനകൾക്ക് ഞങ്ങൾ ആത്മീയ നേതൃത്വം നൽകി വരുന്നു. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെയും രക്തസാക്ഷിയായ സിസ്റ്റർ റാണിമരിയായുടെയും ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഇടവയിലെ കുഞ്ഞുങ്ങൾക്ക് ആ ചൈതന്യം പകർന്നു കൊടുക്കുവാനായി അൽഫോൻസ ഗാർഡൻ എന്ന ഒരു സംഘടനയും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്.